ഓ സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അതാ പ്രസംഗിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ പോയ എത്ര ദിവസങ്ങളുണ്ട്. ഇരുട്ടിയിൽ പ്രസംഗിക്കുന്നു ശൈഖുന കാന്തപുരം ഉസ്താദ്. എന്നെ വടകരയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ഒരാള്. അപ്പോഴേക്ക് വടകര എത്തുമ്പോഴേക്ക് ഞാനൊരു 10-20ഓളം പ്രസംഗം വന്ന് നടത്തിയിട്ടുണ്ട്. മർദ്ദന പക്ഷാചരണം എന്ന് മർദ്ദന പ്രതിഷേധ പക്ഷാചരണം എന്ന് പറഞ്ഞ പരിപാടിയാണ്. തിരുവള്ളൂരിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ 2 ബസ്സിൽ ആളുകൾ വന്നിറങ്ങി നേരെ വന്നിട്ട് എന്റെ സമീപത്തൊരു വലിയ പണ്ഡിതനുണ്ട്, തിരുവള്ളൂർ മുഹമ്മദ് മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ. ഖത്തറിൽ നമ്മുടെ ICF-ന്റെ പ്രസിഡന്റായിരുന്നു, മരണപ്പെട്ടു പോയി. അള്ളാഹ് സ്വർഗം കൊടുക്കട്ടെ. അദ്ദേഹത്തിനെ മാറി പിടിച്ചടിക്കുകയാണ്. അദ്ദേഹം ഒരു ഹാർട്ട് രോഗിയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ വെച്ച് പരിപാടി നിർത്തേണ്ടി വന്നു. ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷേ പ്രസംഗങ്ങൾ ഓരോന്നോരോന്ന് കഴിഞ്ഞ് വടകരെന്ന് ഇരുട്ടി ചെന്ന് നോക്കുമ്പോ ഉസ്താദിന് തീരെ ശബ്ദമില്ല, പ്രസംഗിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അഹമ്മദ് സയ്യിദ് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ശബ്ദം പോരാ. 4 ഭാഗത്തും പ്രശ്നങ്ങളാണ്. ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടിൽ പോയിക്കൂടാ. സുബ്ഹാനല്ലാഹ്. ഞാനവിടെ കയറി എന്നെ കൊണ്ട് കഴിയും പോലെ ഞാനും പ്രസംഗിച്ചു. ഉസ്താദിന്റെ കാറിൽ കയറിയിട്ട് സുബ്ഹാനല്ലാഹ് എങ്ങനെയോ അവിടുന്ന് വിട്ടു. ഇപ്പോഴിങ്ങോട്ട് വരാൻ കഴിയുന്നില്ല സ്റ്റേജിലേക്ക്. സ്നേഹിക്കുന്ന ജനങ്ങൾ വന്ന് പൊതിയാണ്. അന്ന് അങ്ങനെയല്ല, ആക്രമിക്കുന്നവർ വന്ന് പൊതിയാണ്. അതുകൊണ്ട് എങ്ങനെയോ വണ്ടി കയറി വണ്ടി വിട്ടു. സുബ്ഹാനല്ലാഹ്. ഒന്നും കഴിച്ചിട്ടില്ല. കൂത്തുപറമ്പിലെത്തിയപ്പോ, എത്രയോ കിലോമീറ്റർ ഓടി കൂത്തുപറമ്പിലെത്തിയപ്പോ ജുമാഅത്ത് പള്ളിയുടെ സമീപത്തെത്തി ഉസ്താദ് ഡ്രൈവറോട് തന്നെ വണ്ടി നിർത്തി, ഇനിയൊന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു. അവിടുന്ന് മൂത്രമൊഴിച്ച് വീണ്ടും കയറി. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, മുസ്തഫ, അയാളും മരിച്ചുപോയി. അയാൾ പറഞ്ഞു, ഒരു പേരോട് ഞാൻ അങ്ങ് കൂട്ടും. ഉസ്താദ് പറഞ്ഞു, പോകാൻ പറ്റൂല, ആരാ നോക്കണം. സുബ്ഹാനല്ലാഹ്. ആളെ മനസ്സിലായപ്പോ പോയി. അയാളെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹം ദോശയും ചായയും ഉണ്ടാക്കി തന്നു. പിന്നെ എന്നെ കൊണ്ടുപോയി വീട്ടിലിറക്കി തന്നു. ഞാനിത് പറഞ്ഞു തന്നത് ഈ രൂപത്തിൽ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയതാണ് നമ്മുടെ SOS, നമ്മുടെ SSF, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത്, നമ്മുടെ പണ്ഡിത സഭ, നമ്മുടെ സർവ്വ സംഘടനകളും. ആ സംഘടന ക്ഷയിക്കാൻ പാടില്ല. അതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തണമെന്ന് എല്ലാ മുഅ്മിനീങ്ങളോടും വസിയ്യത്തായി പറയട്ടെ. ഈ ഞാനൊരു മഅസൂമായ നബിയല്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞാനൊരു സംഘടനാ പ്രവർത്തകനാണ്. എനിക്ക് ചിലപ്പോൾ ചില ന്യൂനതകൾ ഉണ്ടാവും, ചില ദോഷങ്ങൾ ഉണ്ടാവും. ഞാനൊരു നബിയല്ല, എന്നിൽ തെറ്റുകൾ വരും. അങ്ങനെ വന്നാൽ അതാ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇന്ന് തെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഈ സംഘടനയിലില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ തെറ്റ് അയാളെ കൊണ്ട് തിരുത്തിപ്പിക്കണം. അതിന് അദ്ദേഹത്തെ സ്വകാര്യം കണ്ടിട്ട് നിങ്ങളെ പറഞ്ഞത് ശരിയായില്ല, നിങ്ങളെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നീ ആ ചെയ്തത് ശരിയായില്ല എന്ന് എന്നെ ഉപദേശിക്കണം. ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ മേലെയുള്ളവരോട് അത് പറയണം, ഖലീൽ തങ്ങളോട് പറയണം, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിനോട് പറയണം. എന്നിട്ട് എന്നെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കണം. അല്ലാതെ നമ്മൾ സംഘടനയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. സംഘടനയുടെ പ്രവർത്തനത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ പാടില്ല. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ കൂട്ടായ്മ മുറുകെ പിടിക്കണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദേശമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല, മലപ്പുറത്ത് വെച്ചൊരു സമ്മേളനം. ആ സമ്മേളനം ഏത്, ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. സലാത്ത് നഗറിന് പകരം സലാമത്ത് നഗർ എന്നൊരു നഗറുണ്ടാക്കിയിട്ട് മഹാനായ തങ്ങളെയും സലാത്ത് നഗറിനെയും മഅദിനെയും ഒക്കെ വല്ലാതെ ആക്ഷേപിച്ച് നമ്മുടെ പ്രസ്ഥാനത്തെ ഇടിച്ചതായിട്ട് സംസാരിച്ച ചിലരുടെ പ്രവർത്തനം നടന്ന കാലം ഒരു എലക്ഷൻ കഴിഞ്ഞ കാലമായിരുന്നു. ആ എലക്ഷൻ കഴിഞ്ഞപ്പോ ചിലര് നമ്മുടെ സംഘടനയുമായി ചേർന്ന് നിൽക്കാതെ ഒറ്റപ്പെട്ടുകൊണ്ട് ചില പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തിയിട്ട് അതൊക്കെ നമ്മളെ തലയിൽ വെച്ച് അതാ കെട്ടിയിട്ടായിരുന്നു ആ പരിപാടി നടന്നത്.
അന്നാ സ്റ്റേജിൽ വെച്ച് പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, കൊന്തറം പല്ലുകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സംഘടനാ പ്രവർത്തനം ചിട്ടയോടെ നടക്കണം. അതിനുള്ള അവസരങ്ങളും ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാം ഒരേ മനസ്സോടെ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ നടത്തണം. എവിടെയെങ്കിലും വല്ല ന്യൂനതയും എന്നെപ്പോലുള്ള പ്രവർത്തകരിൽ നിന്ന് വന്നാൽ അത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുത്തുകയല്ലാതെ നമ്മൾ ഈ കൂട്ടായ്മയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഇത് മഹാന്മാര് നേതൃത്വം കൊടുത്തതും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ സംഘടനയാണ്. മഹാനായ നമുക്കറിയാമല്ലോ, കുണ്ടൂർ ഉസ്താദിനെ നമുക്കറിയാം, കെ ഹസൻ മുസ്ലിയാരെ നമുക്കറിയാം, കണ്യത്ത് ഉസ്താദിനെ നമുക്കറിയാം, അതുപോലെ താജുൽ ഉലമയെ നമുക്കറിയാം. അത് കണ്യത്ത് ഉസ്താദിന്റെ ശിഷ്യനും കൂടിയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ആ മഹാൻ കെ ഉസ്താദിനെ അറിയാം. അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന റയീസുൽ ഉലമയെ അറിയാം, സുൽത്താനുൽ ഉലമയെ അറിയാം, മുഹീസുന്നെ അറിയാം, താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദിനെ അറിയാം. അവരെല്ലാം ഏതൊരു സംഘടനയാണോ പിന്തുണക്കുന്നത്, അവരാരെയാണോ ഉപദേശിക്കുന്നത്, അവരുടെ കൂടെ നമ്മളും കണ്ണിചേരണം. അങ്ങനെ കണ്ണിചേർന്ന് എല്ലാ വീട്ടിലും സിറാജ് പത്രം എത്തണം, എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രവർത്തനം നടക്കണം, മഹ്ളറത്തുൽ ബദരിയ നടക്കണം, താജുൽ ഉലമ ഉറൂസുകൾ, താജുൽ ഉലമയുടെ പേരിൽ, മഹാന്മാരെ പേരിൽ, ജീലാനി തങ്ങളെ പേരിൽ, അതേ നൂറുൽ ഉലമയുടെ പേരിൽ ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ നടക്കണം. ഒരിക്കലും തന്നെ നമ്മിൽ ഒരാളെയും നമ്മൾ അകറ്റി നിർത്തരുത്. ആരും നമ്മൾ നകന്നു പോവുകയും ചെയ്യരുത്. ആ നിലക്ക് അർഹമുർ റഹീമീനായ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഖ്ലാസോടെയുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. സഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് തന്നെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നിയ്യത്തനുസരിച്ചാണ്. നമ്മുടെ ഖൽബ് കാണുന്നവനാണ് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു. പ്രസംഗം കഴിയുന്ന സമയത്ത്, അത് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, ബുർദ ബൈത്തുണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിന് ശേഷം എല്ലാരോടും ഇരിക്കാൻ പറയണം. ഞാൻ അതേ നിലക്ക് ബുർദയുടെ എല്ലാ ബഹുമാനവും പറഞ്ഞ് പ്രസംഗിച്ചു. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇറങ്ങി വരുമ്പോ സ്റ്റേജിൽ വെച്ച് കേൾക്കുന്നത് മൗലായ സല്ലി വസല്ലിം എന്നതല്ല, അമീൻ തദക്കുരി ജീറാനി എന്ന ബൈത്തല്ല, രാരാരോ രാരാരോ എന്നാ കേൾക്കുന്നത്. ഇതാണോ ബുർദ? ബുർദ ബൈത്ത് കേൾക്കാൻ ജനങ്ങളോട് പ്രചോദനം നൽകിയാൽ അവിടെ ബുർദയല്ലേ ചൊല്ലേണ്ടത്? മങ്കൂസ് മൗലിദ് ഓതെല്ലാരും ഇരിക്കണമെന്ന് പറഞ്ഞാൽ മങ്കൂസ് മൗലിദല്ലേ ഓതേണ്ടത്? അവിടെ പിന്നെ രാരാരോ ആണോ? നമ്മുടെ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം. ബുർദയുടെ മഹത്വം കളയരുത്. പാട്ട് കേൾക്കാനല്ലല്ലോ ജനങ്ങൾ ബുർദ കേൾക്കാൻ വരുന്നത്. പാട്ട് വേണമെങ്കിൽ നമുക്ക് പാട്ട് എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കാം, അതിന് വിരോധമില്ല. രാരാരോ എന്ന് പാടിയ ഹറാമൊന്നും അല്ല. പക്ഷേ ബുർദ എന്ന് പറഞ്ഞാൽ അത് ബുർദയായിരിക്കണം. മങ്കൂസ് മൗലിദ് തന്നെ മങ്കൂസ് മൗലിദാകണം, ബദർ മൗലിദ് തന്നെ ബദർ മൗലിദായിരിക്കണം. ഓ സുഹൃത്തുക്കളെ, നമ്മൾ ഏത് വിഷയത്തിനും അതിൻ്റെതായ ആദാബുകൾ പാലിക്കണം. ഇതുപോലെ ഞാൻ പറയട്ടെ, എല്ലാ വിഷയത്തിലും ഇതുണ്ടാകണം. അതേ ഉമിർനാസിലഹും, ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അതേ ഏത് വിഷയം ചെയ്യുമ്പോഴും നമ്മളെ കാര്യലാഭം ലക്ഷ്യം വെക്കരുത്. ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി, അവിടുന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണ്? ഒരു റിസീവറെ സംബന്ധിച്ചാണ്. അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ റിസീവറാണ്. ആ റിസീവർ അവിടുന്ന് അതാ പണം പിരിവ് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളുടെ സ്വന്തം കാര്യത്തിനും ചോദിക്കുന്നു. ശരിയാണോ അത്? ആ സ്ഥാപനത്തിന്റെ ശമ്പളം പറ്റി ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹം സ്ഥാപനത്തിന് വേണ്ടി പിരിവ് ചോദിക്കാൻ പോയാൽ സ്ഥാപനത്തിനല്ലാതെ സ്വന്തം ചോദിക്കാൻ പാടില്ലല്ലോ. അതേ സമയത്ത് ആരെങ്കിലും ഹദിയായി സ്വന്തം കൊടുത്താൽ വാങ്ങുന്നതിന് വിരോധമില്ല, ചോദിക്കാൻ പാടില്ലല്ലോ. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്.
ഇതുപോലെ എവിടെയും നോക്കണം, നമ്മളെ ലക്ഷ്യം ഒരിക്കലും പണം ലഭിക്കലാകരുത്, സ്ഥാനം ലഭിക്കലാകരുത്, അംഗീകാരമാകരുത്, അള്ളാഹുവിന്റെ അംഗീകാരമാകണം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രം എന്താണ്? ഒരു സ്ഥലത്ത് ഒരു മരത്തിന് പൂജിക്കുന്നു ചില മുസ്ലിമീങ്ങളെന്ന് കേട്ടപ്പോ അത് മുറിക്കാൻ വേണ്ടി ഒരു ആബിദായ മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടു. ഒരുപാട് കൊല്ലം ഇബാദത്തെടുത്ത ആളാണ്. ആ മരം മുറിച്ച് മുസ്ലിമീങ്ങളെ ആ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോ ഇബ്ലീസ് ഒരു ശൈഖിന്റെ കോലത്തിൽ വന്നു, തടഞ്ഞു വെച്ചു. മനുഷ്യക്കോലത്തിലാ വന്നത്, തടഞ്ഞു വെച്ചു. എവിടെ പോകുന്നത്? ഞാൻ ആ മരം മുറിക്കാൻ. നിങ്ങൾ എന്തിനാ മരം മുറിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ആ ഇബാദത്തിലും ദിക്റിലും സലാത്തിലും ഇരുന്നാ പോരെ. ഇതും ഒരു വലിയ അമലാണ്. കുറെ ആളുകൾ പിഴച്ചു പോകുന്നുണ്ട്, അത് ഇല്ലാതാക്കാനാ. അതിന് നിങ്ങൾ എന്നെ വേണമെന്നുണ്ടോ? വേറെ ആർക്കും പോവില്ലേ? ഇല്ല, ഇതൊരു വലിയ അമല, ഞാൻ എന്തായാലും പോവും. എന്നാ പോവാൻ വിടൂല നിങ്ങളെ. പറഞ്ഞപ്പോ അവര് തമ്മിൽ തർക്കമായി, അവസാനം മൽപ്പിടുത്തായി. ആ മൽപ്പിടുത്തത്തിൽ എതിർക്കാൻ വന്ന ആ മനുഷ്യനെ, സംഗതി അത് ഇബ്ലീസാണ്, മനുഷ്യക്കോലത്തിൽ വന്നതാണ്. അവനെ പിടിച്ച് തളർത്തിയിട്ടു, മലർത്തിയിട്ടു, നെഞ്ഞത്ത് കയറിയിരുന്നു. അപ്പോൾ ഇവൻ അതാ പറയുന്നു, എന്നെ നിങ്ങൾ വിടൂ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ പൊയ്ക്കോളൂ. അതേ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം വെറുതെ വിട്ടു. അതാ പിന്നെയും പോകുമ്പോ ഇയാൾ തടഞ്ഞു വെച്ചു. വീണ്ടും തടഞ്ഞു വെച്ചപ്പോ മൽപ്പിടുത്തത്തിലെത്തി. അദ്ദേഹം ചോദിക്കാൻ, നിങ്ങൾ നബിയാണോ? നിങ്ങൾ റസൂലാണോ? നിങ്ങൾ എന്നെ ഇതിന് പോണോന്നുണ്ടോ? വേറെ ആരെങ്കിലും പോയാ പോരെ? സുബ്ഹാനല്ലാഹ്, അവസാനം മൽപ്പിടുത്തത്തിൽ വീണ്ടും അദ്ദേഹം ആ തടയാൻ വന്ന ഇബ്ലീസിനെ അവിടെ പിടിച്ച് തള്ളിയിട്ടു, നെഞ്ഞത്ത് കയറിയിരുന്നു. അപ്പ ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്. ഇബ്ലീസാണ് എന്നറിയില്ല കേട്ടോ, ഒരു മനുഷ്യനായിട്ടാ വന്നത്. പറഞ്ഞത് എന്താണ്? നിങ്ങൾ പോകണ്ട, അതിന് വേറെ ആരെങ്കിലും പൊയ്ക്കോട്ടെ. നിങ്ങളിപ്പം മടങ്ങിയാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളല്ലേ. കാരണം നിങ്ങൾക്ക് ബിസിനസ് ഇല്ല, ജോലിയില്ല, നിങ്ങൾ പലരും തന്നിട്ടല്ലേ ജീവിക്കുന്നത്. അതിനാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ചെലവിനുള്ള സംഖ്യ ഓരോ ദിവസവും രാവിലെ സുബഹി നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചിറങ്ങിയാൽ നിങ്ങളെ വിരിപ്പിൽ തലയടിക്ക് സമീപം ഞാനങ്ങ് എത്തിച്ചു തരും, ഗ്യാരണ്ടിയാണ്. അത് വേറെ ആരെങ്കിലും മുറിച്ചോട്ടെ, നിങ്ങൾ പോകണ്ട. നിങ്ങൾ തയ്യാറുണ്ടോ മടങ്ങാൻ? ആ മനുഷ്യര് തോന്നി, എന്നാ അത് വേറെ ആരെങ്കിലും എടുത്തോട്ടെ, എനിക്കെന്റെ ജീവിതത്തിന് വകുപ്പായില്ലേ. ഉടനെ തന്നെ അദ്ദേഹം മടങ്ങിപ്പോയി. പറഞ്ഞതുപോലെ നേരം വെളുത്തു നോക്കുമ്പോ വിരിപ്പില് സദാ നാണയങ്ങളുണ്ട്, ചെലവിനാവശ്യമുള്ള നിശ്ചയിച്ച നാണയങ്ങളുണ്ട്. പിറ്റേ ദിവസമായി അന്നുണ്ട്. അങ്ങനെ 2-3 ദിവസമുണ്ട്. പിന്നെ നോക്കുമ്പോ അതാ നാണയമില്ല. ഇപ്പുണ്ട് ചില ഷെയർ ബിസിനസിന് പൈസ വാങ്ങുന്നവര് 2 മാസം 3 മാസം ലാഭം കൊടുക്കും, പിന്നെ ഒന്നും കൊടുക്കൂല, പിന്നെ ഫോണും എടുക്കൂല. ഇയാൾക്ക് ഫോണും ഇല്ലല്ലോ, ഇത് ഇബ്ലീസല്ലേ. ഇയാള് അതാ സംഖ്യയില്ല, അദ്ദേഹത്തിന് ശുണ്ടി പിടിച്ചു. അദ്ദേഹം മരം മുറിക്കാൻ വീണ്ടും ഇറങ്ങി. നേരത്തെ തടഞ്ഞ സ്ഥലത്ത് നേരത്തെ തടഞ്ഞയാള് വീണ്ടും എത്തി, തടഞ്ഞു വെച്ചു, തടഞ്ഞു വെച്ചു. പരസ്പരം മൽപ്പിടുത്തമായി. അദ്ദേഹം അതാ നെഞ്ഞിൽ കയറിയിരിക്കാന്നുള്ള നിലക്ക് ഈ വന്ന മനുഷ്യരുമായി മൽപ്പിടുത്തം നടത്തിയപ്പോ ഈ ചെന്ന മനുഷ്യനുണ്ടല്ലോ, ആബിദായ മനുഷ്യൻ, നിലത്തങ്ങ് വീണോ. ഇബ്ലീസ് നെഞ്ഞത്ത് കയറിയിരുന്നു. ഇയാൾ അത്ഭുതപ്പെട്ടു പോയി, എനിക്കെന്ത് പറ്റി? അദ്ദേഹം ചോദിക്കുന്നു, 2 പ്രാവശ്യം നിങ്ങളെ മലർത്തിയടിച്ച ഞാനെന്തേ ഇന്ന് പരാജയം? മോനെ, നിങ്ങൾ നേരത്തെ ആ മരം മുറിക്കാൻ പോയത് പടച്ചവന്റെ പൊരുത്തത്തിനാണ്. ഇപ്പോൾ നിങ്ങൾ മരം മുറിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ദീനാറ് കിട്ടാഞ്ഞിട്ടാണ്, പതേ നിശ്ചയിച്ച സംഖ്യ കിട്ടാഞ്ഞിട്ടാണ്. ഇഖ്ലാസില്ലാത്ത പ്രവർത്തനത്തിന് റബ്ബിന്റെ സഹായമില്ല. അതുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് വാക്ക് പറയുമ്പോഴും, എന്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം.